അവൻ്റെ ഒരുക്കം കണ്ടാലേ ബീച്ചിൽ തന്നെയല്ലേ പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ കൂടി വാ, നമ്മുടെ നടക്കുകയാണ് ചെയ്യാം. അവിടെ ഒരു ആൾക്കൂട്ടം കാണിക്കാം, അവിടെ പോയി എന്താ സംഭവം എന്നുള്ള ഒരു മിനിറ്റ് കൊണ്ടൊന്ന് പറഞ്ഞു. വനനിരീക്ഷണം സ്വാഭാവികമായും ആകാശവുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ, അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥമായ ഒരു ചിത്രം കാണിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ചന്ദ്രൻ്റെ ഇവിടെ നോക്കുമ്പോൾ തികച്ചും മിനുസമുള്ള ചന്ദ്രൻ്റെ യഥാർത്ഥത്തിൽ വളരെ പരിപരുത്ത ചന്ദ്രനായി ടെലിസ്കോപ്പിൽ ഇവിടെയുള്ള കാണികൾ കാണുകയുണ്ടായി. അതുപോലെ വേഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. വേഴ ഇപ്പോൾ 100 കോടി കിലോമീറ്റർ ദൂരെയാണ് ഭൂമിയിൽ നിന്നും. അതിൻ്റെ ഗലീലിയൻ സാറ്റലൈറ്റ്സ് നമുക്ക് ടെലിസ്കോപ്പിലൂടെ കാണിക്കാൻ സാധിച്ചു. 8 ഇഞ്ച്, 6 ഇഞ്ച്, 5 ഇഞ്ചുള്ള ന്യൂട്ടോണിയൻ റിഫ്ലക്ടർ ടെലിസ്കോപ്പാണ് ഇവിടെ ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. വളരെ കൗതുകപൂർവ്വം നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് ഇത് വീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ആൾക്കാരിൽ അങ്ങനെ പ്രാപഞ്ചിക പ്രകൃതി പ്രതിഭാസങ്ങളുടെ കൗതുകം ഉണർത്തുക വളരെ പ്രധാനമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഒരു കൗതുകം, പ്രത്യേകിച്ച് കുട്ടികളിൽ. അപ്പോൾ അത് വളർത്തിയെടുക്കാനും അതിലൂടെ ശാസ്ത്രബോധമുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി അഖിലേന്ത്യ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇവിടെ ഈ വനനിരീക്ഷണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ശാസ്ത്രം മനുഷ്യന്, ശാസ്ത്രം സമൂഹത്തിന്, ശാസ്ത്രം ചിന്തയിൽ എന്ന ഒരു മോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി അഖിലേന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഈ മാസം 14-15 പ്ലാനറ്ററിയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ശാസ്ത്രബോധം എങ്ങനെ സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ചർച്ചാ വിഷയം. ബ്രേക്ക് ത്രൂയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ സൗമിത്രോ ബാനർജി, അദ്ദേഹം കൽക്കട്ട ഐസറിൻ്റെ മുൻ ഡയറക്ടറാണ്, ഭട്നഗർ അവാർഡ് വിന്നറാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ആനുകാലിക പ്രാധാന്യമുള്ള AI പോലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ അതിൽ ചർച്ചയ്ക്ക് വിധേയമാകും. സമ്മേളനം എവിടെ വെച്ചാണ് നടക്കുന്നത്? പ്ലാനറ്റേറിയം, ട്രിവാൻഡ്രത്ത് റീജിയണൽ സയൻസ് സെൻറ്റർ പ്ലാനറ്റേറിയത്തിൽ വെച്ചാണ് സമ്മേളനം. അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി 8, 9, 10 തീയതികളിൽ തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിലാണ്. എല്ലാവരെയും, ഈ ശാസ്ത്ര താൽപര്യരായ ആർക്കും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാം, സമ്മേളനത്തിൽ പങ്കാളിയാകാം. അപ്പം അതിന് എല്ലാവരെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഇന്നിപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ഇനീഷ്യേറ്റീവുകളാണ് ഭയങ്കര ഉപകാരം. കാരണം കുട്ടികൾ ശരിക്കും നമ്മുടെ കരിക്കുലം ശരിക്കും മാറ്റണം. പണ്ടത്തെ കുറേ റോമൻ സാമ്രാജ്യം അതൊന്നും പഠിപ്പിച്ചിരിക്കാണ്ട് ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാണോ മുന്നേറുന്നത് ആ കാലഘട്ടത്തിന് വേണ്ടത് എന്താണോ അത് വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ കൊണ്ടുവരണം. നമ്മളിപ്പോൾ AI ഇനീഷ്യേറ്റീവ് എടുത്തതിൻ്റെ കാരണം ഇനി ഫ്യൂച്ചർ AI ആണ്. അതേപോലെ തന്നെയാണ് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ശാസ്ത്രം. ശാസ്ത്രത്തിലും അതിൻ്റെതായ വ്യത്യാസം കുട്ടികളുടെ മുന്നിലുണ്ടാവും. എന്തായാലും നമുക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇപ്പോൾ നടപ്പിലാക്കിയതുപോലെ തന്നെ നമുക്ക് സ്കൂളിൽ നടപ്പിലാക്കാം.